ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 19 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പേരയിലയാണ്. പേരയില കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് പാക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. അപ്പോൾ പിന്നെ ചലഞ്ച് നമ്മൾ ഇപ്പോൾ പകുതി വെച്ച് ചലഞ്ച് സ്റ്റോപ്പ് ആയവരൊക്കെ ഉണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിൽ കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ആക്കിയതല്ല, ആരോഗ്യ പ്രശ്നം കൊണ്ട് സ്റ്റോപ്പ് ആക്കിയവരുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പാക്കുകൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, മുടി കൊഴിച്ചിലും താരനും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഇല്ലേ, അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ചലഞ്ചിൽ കറക്റ്റായിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു തവണ മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാനുള്ള പാക്ക് ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഈ പാക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം നമ്മുടെ ചാനലിൽ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ തളിരില നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് പാക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും പല പാക്കുകളായിരിക്കും റിസൾട്ട് കിട്ടുക. പക്ഷേ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണ് കേട്ടോ. മുമ്പത്തെ നമ്മുടെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം ഒരു മില്യൺ വ്യൂസ് ഒക്കെ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു പാക്ക് കേട്ടോ. അപ്പോൾ അതിനകത്ത് കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പിന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള പാക്കാണ് കേട്ടോ. ഞാനിപ്പോൾ അതാ തളിരിലയാണ് പറിച്ചിട്ടുള്ളത്. തളിരില ഇല്ലയെന്നാണെങ്കിൽ മൂത്ത ഇല എടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് തളിരില ആയതുകൊണ്ട് ഞാനൊരു 2-3 മൂത്ത ഇല കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എപ്പോഴും പറയുന്ന പോലെ ഒരു 5-8 ഇല നിങ്ങൾ എടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചലഞ്ചൊക്കെ കുറച്ചൊക്കെ ഒരു ദിവസമൊക്കെ വൈകി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ബാക്കോട്ടാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് തിരക്കായിരുന്നു, എനിക്ക് കമൻസിനൊക്കെ മറുപടി തരാനൊക്കെ കുറച്ച് ബാക്കിയുണ്ടെന്ന് അറിയാം. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഒരു പാക്ക് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലിൻ്റെയും താരൻ്റെയും പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒരു തവണയെങ്കിലും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് എന്നെ അറിയുന്നവർ ഈ പാക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ, അജി ഇത്രയും നല്ലൊരു പാക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പേരയില വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള പേരയില ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിച്ചിയിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ നടുക്കിലുള്ള ഈ വലിയ തണ്ടില്ലേ, ആ തണ്ട് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. മൂത്ത ഇലയൊക്കെ ആകുമ്പോൾ നല്ല തണ്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കയ്യിൽ പേരയില ഇല്ല എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പേരയില ഉണ്ടെങ്കിൽ നല്ലതാണ്, പേരയില ഇല്ലെങ്കിൽ പേരയില ഇല്ലാതെയും ഇന്നത്തെ പാക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊരു ഏകദേശം ഒരു 9-10 ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. ചെറിയ ഉള്ളി ഇല്ല എന്നാണെങ്കിൽ സവാള ഉപയോഗിക്കാം. വലുതാണെങ്കിൽ ഒരെണ്ണം പിന്നെ ഒരു മൊത്തമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു പകുതി കഷ്ണം എടുത്താൽ. ചെറുതാണെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം, ചെറുതാണെങ്കിൽ ഒരെണ്ണം മൊത്തമായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. മാറിപ്പോയതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ തൈരാണ്. അപ്പോൾ തൈര് ഒരു 3 സ്പൂൺ അളവിൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാക്കിൽ തൈര് ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. തൈര് നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും സ്യൂട്ടാവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഇതിനകത്ത് തേങ്ങ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ തൈര് നമ്മൾ ചേർത്തിട്ടുള്ള തൈര് ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അരിപ്പയിൽ അരിച്ചെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. തുണിയിലാകുമ്പോൾ നമുക്കത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഒന്നാമത് നമ്മുടെ പാക്കിൽ നിന്ന് കുറവായിരിക്കും, അത്ര മതി കേട്ടോ. നമ്മൾ മുടിയിലൊന്നും തേക്കുന്നില്ല, സ്കാൽപ്പിൽ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് പാക്കും മതി. പിന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പാക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല റിസൾട്ടുള്ള പാക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം.
അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ പാക്ക് കോട്ടൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തേക്കുന്നത്. കോട്ടൺ കാണിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയലുണ്ട്, കയ്യിൽ ഇങ്ങനെ ഒരു പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി ഉപയോഗിച്ച് തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലായിടത്തും ആവാൻ വേണ്ടി അതാണ് കേട്ടോ നല്ലത്. ഇനി ഇല്ലാന്നാണെങ്കിൽ കൈ ഉപയോഗിച്ച് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ മുടി ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ തൈര് ചേർത്ത കാരണം ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഡ്രൈ ഹെയറുകാരാണ് ഏത് പാക്ക് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഡ്രൈനെസ്സിൻ്റെ പ്രശ്നം ഉണ്ട് എന്നാണെങ്കിൽ കുറഞ്ഞ അളവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലൊന്ന് തേച്ചിട്ട് തേക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ താരൻ്റെ പ്രശ്നമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നെ താരനുള്ളിടത്ത് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ താരൻ പോവുള്ളൂ. ചിലർക്ക് ഇങ്ങനെ ഫ്രണ്ട് പോർഷനിലായിരിക്കും, ചിലർക്ക് ഇങ്ങനെ നടുഭാഗത്ത്, അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലർക്ക് മൊത്തത്തിലുണ്ടാവും. എന്നാലും നിങ്ങൾ എവിടെയാണോ താരൻ കൂടുതലായിട്ടുള്ളത് അവിടെ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. പിന്നെ നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ വളരാനായിട്ട് ഈ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലൊരു മസാജിങ് കൊടുക്കുക, എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പം ഞാനിതാ നന്നായിട്ട് തന്നെ പാക്ക് തേച്ച് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെറ്റിയുടെ സൈഡിലൊക്കെ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയതാണ്, എവിടെയൊക്കെ നന്നായിട്ട് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡേ 19 ഈ ഒരു പാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ. കഴുകുന്ന നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പോൾ ശരിക്കും തൈര് ഉള്ളതുകൊണ്ട് ഓയിലി ഫീൽ ഉണ്ടാവുമോ എന്നുള്ളത്, നമ്മൾ പേരയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓയിലി ഫീലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ മുടി കഴുകിയിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അങ്ങനെ എക്സസ് ആയിട്ട് ഓയിൽ ഉണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡേ 19 ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങിക്കണ്ടി നൈറ്റ് ഹെയർ കെയർ സിമ്പിളായിട്ട് ചെയ്താൽ മതി. 20ാമത്തെ ദിവസം പാക്കുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഹെയർ വാഷ് ചെയ്യാം, വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയാൽ മതി. മുടി കഴുകുന്നില്ലേ കഴുകണ്ട. പിന്നെ മോർണിംഗ് ഹെയർ കെയറും നമ്മുടെ നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാക്കുകളും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമൻറ്റ്സ് പെൻഡിങ് ഉണ്ട്. ഞാൻ എല്ലാം നോക്കിയിട്ട് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാ കമൻറ്റ്സിനും റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.